ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് ഫിസിക്സ് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. ബാക്കി രണ്ട് പ്രോബ്ലമിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 20 meter per second to 40 meter per second in 5 seconds, then what is the acceleration of the car? Second question, what is the displacement of the car during this interval? അല്ലേ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു കാറിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യും. എത്ര സമയം? 5 സെക്കൻഡിൽ അതിൻ്റെ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒരു ചേഞ്ച് നടക്കുന്നു അല്ലേ. അപ്പം തുടങ്ങുമ്പോൾ എത്രയാണ്? യു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, തുടങ്ങിയത് 20-ൽ അവസാനിച്ചത് 40-ൽ. ഇതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ? അപ്പോൾ എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? വി മൈനസ് യു ബൈ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി 40 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ 20 ഡിവൈഡഡ് ബൈ 5. 40 മൈനസ് 20 എത്രയാണ്? 20. 20/5 എത്രയാണ്? 4. ആക്സലറേഷൻ ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഉത്തരം 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ഡ്യൂറിങ് ദിസ് ടൈം ഇന്റർവൽ? അപ്പോൾ ഈ ടൈമിൽ ആ കാർ സഞ്ചരിച്ച ദൂരം ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ നമുക്ക് യു അറിയാം, ടി അറിയാം, എയും അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എസ് ഇസ് ഈക്വൽ ടു യു എന്താണ്? 20 ഇൻറ്റു ടൈം എന്താണ്? 5 സെക്കൻഡ്. 20 ഇൻറ്റു 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്താണ്? ആക്സിലറേഷൻ 4 ആണ്. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ സ്ക്വയർ. ടൈം 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ 5 ഇൻറ്റു 5. 20 ഇൻറ്റു 5 എത്രയാണ്? 20 ഇൻറ്റു 5 100 അല്ലേ. 20 ഇൻറ്റു 5 100 പ്ലസ് ഈ 2ഉം ഈ 4ഉം വെട്ടിക്കളയാം. 2 4 വെട്ടിക്കളയാൻ പറ്റുക. ഈ 2ഉം ഈ 4ഉം മാറി ഇവിടെ 2 വരും. എന്തോരും? 2 ഇൻറ്റു 5 ഇൻറ്റു 5. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 5 50 അല്ലേ. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 5 50. അപ്പോൾ 100 പ്ലസ് 50. 100 പ്ലസ് 50 എത്രയാണ്? 150. ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് മീറ്റർ ആണ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്താണ് ചെയ്തത്? യു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് 5 സെക്കൻഡ് കൊണ്ട് മാറി. എങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിരുന്നു ആദ്യ ചോദ്യം. അപ്പോൾ നമ്മൾ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടിയിൽ വിയും 40 യു 20 ഡിവൈഡ് ബൈ 5 സെക്കൻഡ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ യൂണിറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യു അറിയാം, ടി അറിയാം, ബാക്കി ഇക്വേഷൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 ഇൻറ്റു 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 4 ആണ് കണ്ടുപിടിച്ചു ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 5 100 ആണ്. പ്ലസ് എന്താണ്? ഈ 2 ഈ 4 നമുക്ക് വെട്ടിക്കളയും അല്ലേ. 2 ഇൻറ്റു 2 ആണ് 4. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 5 50. അപ്പോൾ എന്ത് വന്നു? 100 പ്ലസ് 50 150 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 150 മീറ്റർ എന്ന് അങ്ങനെ കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ബിക്കം 72 km/h in 10 minutes. ഓക്കെ, എന്താണ്? ഒരു ട്രെയിൻ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0. തുടക്കത്തെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ യു ഈക്വൽ ടു 0 ആണ് നിങ്ങൾ ആദ്യം അസ്യൂം ചെയ്യണം. കാരണം എന്താ? സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നുണ്ടെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 0 ആണ്. എന്താണ്? അങ്ങനെ ആ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ 10 മിനിറ്റ് എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 72 km/h. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മീറ്റർ പെർ സെക്കൻഡിലും ആണ് ചെയ്യുന്നത് അല്ലേ.
നമ്മൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എല്ലാത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ അതേപോലെ സമയം അവിടെ 10 മിനിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മിനിറ്റിലും കിലോമീറ്ററിലും ഒന്നല്ല ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡിലും മീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിലോമീറ്ററിലും അവറിലും തരുമേ അല്ലെങ്കിൽ മിനിറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങളതിനെ കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ മിനിറ്റിനെ നിങ്ങൾ ടൈമിലേക്കും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ തന്നിട്ടുള്ളത്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ എഴുതാം u = 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ് അറ്റൈൻസ് 72 km/h in 10 minutes. അപ്പോൾ നമുക്ക് v എന്ന് പറയുന്നത് 72 km/h ആണ് v തന്നിട്ടുള്ളത് അല്ലേ. ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അതുപോലെ 10 മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് km/h നമുക്ക് എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം നോക്കാം. ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ആണ് നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്റർ എത്തുമ്പോൾ നമ്മളത് പറയും 1 കിലോമീറ്റർ ആണെന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ 1 അവർ എത്ര സെക്കൻഡ് ആണ്? അവരുടെ സെക്കൻഡിലേക്കല്ലേ മാറ്റേണ്ടത്. 1 അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 1 മണിക്കൂർ. 1 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ. 1 മണിക്കൂർ എത്ര സെക്കൻഡ് ആവും? 60 × 60 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺവേർഷൻ നമുക്ക് നടത്താം. അപ്പോൾ നിങ്ങൾ 72 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 72 × 1000 divided by 60 × 60 ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറുക. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 120 സെക്കൻഡ് അല്ലേ. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 180 സെക്കൻഡ് അങ്ങനെ. അപ്പോൾ നമുക്ക് 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 1 അവറിൽ 60 മിനിറ്റ് ആണുള്ളത് അല്ലേ. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ 60 സെക്കൻഡ്, അതാണ് 260 വന്നത്. 1 അവറിൽ 60 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട് അല്ലേ. 1 അവറിൽ 60 മിനിറ്റ് ആണ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലേ. ഇനി 1 മിനിറ്റ് എന്താണ്? 1 മിനിറ്റിൽ എന്തുണ്ട്? 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 1 അവറിന് നമുക്ക് എങ്ങനെ എഴുതാം? 60 × 60 സെക്കൻഡിന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 1 അവറിന് 60 × 60 സെക്കൻഡ് നമുക്ക് എഴുതാം. അപ്പോൾ എപ്പോഴും 1 അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 × 60 ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ × 1000 ചെയ്യുക. അപ്പോൾ 72 × 1000 divided by 60 × 60 നമുക്ക് കൺവേർഷൻ ചെയ്ത് നോക്കാം. ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്തുണ്ട്? 720 divided by 36 അല്ലേ. 720 divided by 36. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കാം. 36 × 2 12 2 റിമൈൻഡർ 1 7. അപ്പോൾ എന്താ? 2 72 0 ഈ 0 മുകളിലേക്ക് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 72 km/h എന്ന് പറയുന്നത് എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യുക? × 1000 divided by 60 × 60 ചെയ്യുക. അപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് തരുമേ എപ്പോഴും ഓർക്കുക. km/h പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 72 km എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? അപ്പോൾ 72 പകരം ഏത് നമ്പർ ആയാലും ഇത് തന്നെ, ആ നമ്പർ × 1000 divided by 60 × 60. ഓക്കെ, അപ്പോൾ 720 by 36 കിട്ടി. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ വെലോസിറ്റി എന്താണ് എഴുതാം? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v = 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പോൾ u 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ല. 0 ആയതുകൊണ്ട് 0 എന്ന് എഴുതാം. v എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ടൈം തന്നിട്ട് മിനിറ്റിലാണ്. അപ്പോൾ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ 1 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 10 മിനിറ്റ് എത്ര സെക്കൻഡ് ആവും? 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 60 × 10 സെക്കൻഡ്. 60 × 10 എത്രയാണ്? 600 സെക്കൻഡ്. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ × 60 ചെയ്താൽ മതി. ഓക്കെ, മിനിറ്റിനെ
സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്യുക, മണിക്കൂറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 × 60 ചെയ്യണം. ഓക്കെ, വാക്കാനെ മാർക്കരുത്. ഓക്കെ, അപ്പം 1 മിനിറ്റ് എന്ന് പറയുന്നത് 600 സെക്കൻഡാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എത്രയായിരിക്കും? 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 × 60 സെക്കൻഡ്. ഓക്കെ, 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 × 60 സെക്കൻഡ്. 5 മിനിറ്റ് ആണെങ്കിലോ 5 മിനിറ്റ് ആണെങ്കിൽ 5 × 60 സെക്കൻഡ്. 2 മിനിറ്റ് ആണെങ്കിൽ എന്താണ് 2 × 60 സെക്കൻഡ്. അപ്പൊ സെക്കൻഡിലേക്ക് ആക്കാൻ, മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കാൻ എത്രയാണോ മിനിറ്റ് അത് ഇൻറ്റു 60 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് അവറിനെ മണിക്കൂറിന് സെക്കൻഡിലേക്ക് ആക്കാൻ 60 × 60 ചെയ്യണം. 2 60 ഇൻറ്റു ചെയ്യണം, എന്നാലും സെക്കൻഡിലേക്ക് മാറും കേട്ടോ. ഇവിടെ മിനിറ്റ് ആണ്, മിനിറ്റിന് സെക്കൻഡിലേക്ക് ആക്കാൻ ഒരു 60 കൊണ്ട് ഇൻറ്റു ചെയ്യാം. മണിക്കൂറിനെ സെക്കൻഡിലേക്ക് ആക്കാൻ 60 × 60. ഓക്കെ, അത് മാർക്കരുത്. അപ്പൊ 10 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് 10 × 60 സെക്കൻഡ് ആണ്. 10 × 60 എന്ന് പറയുമ്പോൾ 600 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വി പറയണേ. ഇപ്പൊ വിയും എസും നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലെ. നമുക്ക് അങ്ങനെ ഈ നിങ്ങൾ എഴുതാം. ഞാൻ മാറ്റിയാണ്, എനിക്ക് ബോർഡിൽ ഒരുമിച്ച് ചെയ്യുന്ന സ്ഥലമില്ലാത്തത് ഞാൻ മാറ്റിയാണ്. ഇപ്പൊ വി എത്രയാന്ന് കിട്ടി? വി 20 m/s ആണ് കിട്ടി. ടൈം 600 സെക്കൻഡ് ആണ് കിട്ടി. ഇനി നമ്മൾ വി പറയുമ്പോൾ നമ്മൾ വി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഏതെടുക്കുക? 20 m/s എടുക്കുള്ളൂ. 72 നമ്മൾ കൺവേർട്ട് ചെയ്തു 20ലേക്ക്. ഇനി നമ്മൾ എടുക്കുന്ന വി ഒക്കെ 20 m/s ആണ്. എടുക്കുന്ന ടി ഒക്കെ 10 മിനിറ്റ് അല്ല 600 സെക്കൻഡ് ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്ത് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 മിനിറ്റ് = 600 സെക്കൻഡ് എന്ന് എഴുതാം. വി = 20 m/s എന്ന് എഴുതി. ഓക്കെ, ഞാൻ മാറ്റാനാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് എഴുതണം, ഈ കൺവേർഷൻ കാണിക്കണം കേട്ടോ. കൺവേർഷൻ നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ചോദ്യം വാട്ട് ഈസ് ദ ആക്സിലറേഷൻ എന്നാണ് അല്ലേ. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ A = v - u/t അല്ലേ. സെയിം ഇക്വേഷൻ തന്നെ v - u/t. v എന്താണ്? v നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കാം m/s വാല്യൂ എടുക്കുക 20 മൈനസ് എത്രയാണ്? u എന്ന് പറയുന്നത് 0 ആണ്. ഡിവൈഡ് ബൈ ടൈം എന്താണ്? 600 സെക്കൻഡ് അല്ലേ. ഇപ്പൊ 20 ഡിവൈഡഡ് ബൈ 600 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് നോക്കാം. 20 - 0 എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 600. ഓക്കെ, ഈ 0 വെട്ടിപ്പോയി അല്ലേ. ഇനി 2നെ നമുക്ക് വെട്ടാൻ പാടില്ലേ? 2ഉം 6ഉം എന്താണ്? 2ഉം 6ഉം ഒരു ടേബിളിലുള്ളതല്ലേ അല്ലേ. 2 × 3 ആണ് 6. അപ്പോൾ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/30 m/s² എന്ന് കിട്ടും. ഓക്കെ, നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രാക്ഷൻ ആക്കിയത്. ഡെസിമൽ കിട്ടിയാലും കുഴപ്പമില്ല, ആ വാല്യൂ വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ഒരു പോയിന്റ് ഉള്ള സംഖ്യ കിട്ടും. ഓക്കെ, കാരണം എന്താ? മുകളിൽ ചെറിയ സംഖ്യയാണ്. ഒരു ഫ്രാക്ഷനിൽ മുകളിൽ ചെറിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും പോയിന്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയത്. ഓക്കെ, അപ്പോൾ 1/30 m/s² എന്നാണ് എന്ത് ഏഴ്. അപ്പോൾ മുകളിൽ ചെറിയ സംഖ്യയാണ് തന്നെ, താഴെ വലിയ സംഖ്യയാണ് തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം. അല്ലെങ്കിൽ അത് പോയിന്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇക്വേഷനിലിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളോട് തന്നെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയത്. എങ്ങനെ ഓർക്കാം? മുകളിൽ ചെറിയ സംഖ്യയും അടിയിൽ വലിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, അത് കാരണം അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസിമൽ പോയിന്റ് എഴുതി വരും. അപ്പോൾ എ നമുക്ക് 1/30 m/s ആണ് കിട്ടി. ഓക്കെ, എ കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളോട് ചോദിച്ചത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ട്രെയിൻ വിത്തിൻ ദിസ് ടൈം ഇൻ്റർവൽ അല്ലേ. ഈ ടൈം ഇൻ്റർവെല്ലിൽ എന്താണ് സഞ്ചരിച്ച ദൂരം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ s = ut + ½ at² വെച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചു. എന്താണ്? v² = u² - 2as അല്ലേ. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് s കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഇക്വേഷൻ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതാട്ടോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ അടിയിലെ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻ ആണ് ബി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? v² = u² - 2as ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ v² എന്താണെന്ന് കണ്ടു? v² നമ്മൾ 20 ആണ്, v 20 ആണെന്ന് പറഞ്ഞു. അപ്പോൾ v² ആണ് അല്ലേ. v² ആയതുകൊണ്ട് 20 × 20
20 സ്ക്വയർ is equal to u സ്ക്വയർ. u എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 into 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ് അല്ലേ? അപ്പോൾ 20 സ്ക്വയർ is equal to 0 സ്ക്വയർ. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. മൈനസ് 2 into എന്താണ്? 1/30 into s. s അല്ലേ കണ്ടുപിടിക്കാനല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡാണ് കണ്ടുപിടിക്കാനല്ലേ? അതുകൊണ്ടാണ് നമ്മൾ s എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 20 into 20 എന്താണ്? 2 into 2 4 രണ്ട് 0 എഴുതി. ഓക്കെ, അപ്പോൾ 400 is equal to 0 into 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ 0 മൈനസ് ഈ 13 2 വെട്ടി പോയില്ലേ ഇല്ലേ? 30 into 2 നമുക്ക് എന്ത് ചെയ്യാം? 30 divided by 2 ചെയ്ത് നോക്കാം. 1 2 1 0 5 10 0 അല്ലേ? 15. അപ്പോൾ 2 into 15 ആണ് 30. അപ്പോൾ ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഈ 2നെ 13നെ വെട്ടി എന്ത് ചെയ്താൽ 15 എഴുതാം അല്ലേ? എന്താ? 0 മൈനസ് 1/15 ഇൻറ്റു എസ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 0 മൈനസ് 1/15 എന്ന് പറയുന്നത് മൈനസ് 1/15 അല്ലേ? 0 മൈനസ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ മൈനസ് ആ നമ്പർ അല്ലേ? അപ്പോൾ 400 is equal to മൈനസ് 1/15 ഇൻറ്റു എസ് അല്ലേ? എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 15 അടിയിലാണ്, ഡിവിഷനാണ് അല്ലേ? ഡിവിഷൻ ആയിട്ടുള്ള ഒരു സാധനം ഈക്വൽ ടു ഇപ്പുറത്തേക്കും എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. നിങ്ങൾക്ക് അറിയാം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറൂലേ? ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്ത് വരും? സോറി, നമ്മുടെ ഇക്വേഷൻ തന്നെ മാറിപ്പോയി. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് കേട്ടോ. പ്ലസ് ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഇതാണ്ടോ ഈ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് മൈനസ് ഒക്കെ ഓർമ്മ, എല്ലാത്തിനും പ്ലസ് തന്നെയാണ്. മൈനസ് എനിക്ക് വന്നില്ല. 3 ഇക്വേഷനും പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ എന്താണ്? ആ ഒരു വ്യത്യാസം മാത്രമല്ല, വേറെ വ്യത്യാസം ഒന്നുമില്ല. മൈനസിന് പകരം പ്ലസ്. ഓക്കെ, അപ്പോൾ ഈ 15 എന്താണ് ഇവിടെ? 15 ഞാൻ പറഞ്ഞു ഇവിടെ ഡിവിഷനാണ് അല്ലേ? ഈ 15 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമ്മൾ ചിഹ്നം മാറ്റണ്ട. പ്ലസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നെഗറ്റീവും പോസിറ്റീവും വരുന്നുള്ളൂ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ സൈൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ 0 + 1/15 ആയതുകൊണ്ട് 1/15 ഇല്ല. 1/15 ഇൻറ്റു എസ്. ഈ 15 ഇവിടെ ഡിവിഷനാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 400 ഇൻറ്റു 15 is equal to s. എസ് അല്ലേ ബാക്കിയുള്ളൂ? 1 into s ആണ് ബാക്കിയുള്ളത്. 1 into s എന്ന് പറഞ്ഞാൽ എന്താണ്? s തന്നെ അല്ലേ? ഈ 15 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബാക്കിയാരാ? 1 into s. 1 into ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 എന്ന് പറഞ്ഞാൽ 2. ഒരു നമ്പറിനെ 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ടാണ് 1 into s s എന്ന് വന്നത്. അപ്പോൾ 400 into 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസിൻ്റെ ഉത്തരം കിട്ടി അല്ലേ? അപ്പോൾ 15 into 4 ചെയ്യാം. 15 into 4 എന്ന് പറയുന്നത് 0 റിമൈൻഡർ 2 അല്ലേ? 4 5 6 60 2 0. ഓക്കെ, അപ്പോൾ എന്താ? 60 2. അപ്പോൾ 6000 മീറ്റർ അല്ലേ നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ? 6000 മീറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു 6000 മീറ്റർ. ഓക്കെ, അപ്പം ആ കാറ് അല്ലെങ്കിൽ ആ ട്രെയിൻ എന്താണ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 6000 മീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, 6000 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 6000 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിലോമീറ്റർ. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇവിടെ വെച്ച് നിർത്താം. കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 6 കിലോമീറ്റർ എന്ന് വരും. കാരണം എന്താ? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ 2000 2 കിലോമീറ്റർ, 3000 3 കിലോമീറ്റർ, 4000 4 കിലോമീറ്റർ, 5000 5 കിലോമീറ്റർ, 6000 എന്ന് പറയുന്നത് 6 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് തന്നെ മിനിറ്റിലും കിലോമീറ്റർ പെർ അവറിലൊക്കെ തരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് അതിലിട്ട് ചെയ്യും. അതിലിട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടില്ല. എപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് അതുപോലെ ടൈം സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയറിൽ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഉത്തരം കിട്ടുമെന്ന്. സെയിം ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as പകരം എസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പഴയ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഏത്? എസ് ഇസ് ഈക്വൽ ടു ഓർ ആട്ടോ. ഏത് ഇക്വേഷൻ സെയിം ഉത്തരം തന്നെ കിട്ടും. സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ യു 0 എന്നറിയാം, ടി 600 സെക്കൻഡ് ആണ്, പ്ലസ്
ഹാഫ് ഇൻറ്റു എ എത്രയാണ് 1/30 ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ 600 ആണ് അല്ലേ. അപ്പോൾ 600 ഇൻറ്റു 600 എഴുതി. 0 ഇൻറ്റു 600 എന്ന് പറയുന്നത് എത്രയാണ് 0 ആണ്. പ്ലസ് 1/2 ഇൻറ്റു 1/30 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു ആണ് അല്ലേ. ഇൻറ്റു ആണ് നമുക്ക് നേരിട്ട് ഇൻറ്റു ചെയ്യാം. 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 30 എത്രയാണ് 30 ഇൻറ്റു 2 എന്ന് പറയുന്നത് 0 6 60. അതാണ് 1/60 എന്ന് പറയുന്നത്. 1/60 ഇൻറ്റു 6 ഇൻറ്റു 6 എത്രയാണ് 6 ഇൻറ്റു 6 36. പിന്നെ 4 പൂജ്യം വരും. ഈ 2 പൂജ്യം ഈ 2 പൂജ്യം 36 0 0 0 0 0 4 പൂജ്യം അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻറ്റു ആണ് അപ്പോൾ വെട്ടിക്കളയാം. ഈ ഒരു 0നെ വെട്ടിക്കളയും അല്ലേ. അപ്പം എന്ത് വന്നു 1 ഇൻറ്റു 3000 36,000 36 3 പൂജ്യം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം 1 ഇൻറ്റു 36,000 എന്ന് പറയുന്നത് എന്താണ് 36,000 അല്ലേ. ഡിവൈഡഡ് ബൈ 6 ഈ പൂജ്യം വെട്ടിപ്പോയി ഇപ്പോൾ 6. അപ്പോൾ 36,000 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എന്തൊരു 6 ഇൻറ്റു 6 ആണ് 36 അല്ലേ. അപ്പോൾ ഈ 6 ഈ 36 വെട്ടിയുള്ള 6 വരും. അപ്പോൾ എന്ത് വന്നു 6000 മീറ്റർ എന്ന് വന്നു. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മറ്റേ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ ഏത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, മറ്റേ ഇക്വേഷൻ വേണമെങ്കിൽ ആ v² = u² + 2ac ഇല്ലേ അത് വെച്ചാലും ഇത് കണ്ടു ഇതിൽ ചെയ്താലും രണ്ടിൽ ചെയ്താലും നിങ്ങൾക്ക് ഉണ്ടാകും ഉത്തരം സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഇട്ടിട്ട് ഉണ്ടാക്കും. ഇത് എസ് കണ്ടുപിടിക്കാൻ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു നിസ്സാര തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം ഫൈനൽ ആൻസറിനത് ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതാൻ ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ചെയ്യുക. ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളാണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നോട്ട്ബുക്കിലേക്ക് ചെയ്യാണ്ടിരിക്കരുത്. ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു. പാഠമൊക്കെ ചെറിയ പാഠമാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠം കൊണ്ട് നമുക്ക് വെച്ചിട്ട് ഓണപ്പരീക്ഷ നടത്താം. ഓക്കെ, അപ്പോൾ ഈ ബാക്കി ചാപ്റ്റർ ഞാൻ പയ്യെ പോയാൽ മതിയല്ലേ. നമ്മുടെ 3ാമത്തെ പാഠം കഴിഞ്ഞു. നമ്മൾ തിരക്കടിച്ച് അല്ല 2ാമത്തെ പാഠം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പയ്യെ ഓണപ്പരീക്ഷയ്ക്ക് 2 പാഠമൊക്കെ സാധനം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ പയ്യെ നമുക്ക് പോവാം. ഇന്ന് 2 പ്രോബ്ലം ജയിച്ചുള്ളൂ. ആ ജയിച്ച പ്രോബ്ലം കറക്റ്റായിട്ട് മര്യാദയ്ക്ക് പഠിക്കണം കേട്ടോ. അതായത് 2 പ്രോബ്ലം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ പ്രോബ്ലം ജയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ചിലപ്പോൾ. അതുകൊണ്ട് ആ 2 പ്രോബ്ലം ജയിച്ചുള്ളൂ. ആ 2 പ്രോബ്ലം ബൈഹാർട്ട് ചെയ്യരുത്, ലോജിക്ക് മനസ്സിലാകും. കാരണം ഇത് നിങ്ങൾക്ക് ടൈമും ആക്സിലറേഷനും ഇതൊക്കെ മാറ്റി തരും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരിക്കലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കരുത്. ടൈമും വെലോസിറ്റിക്ക് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. ആ സെയിം കണക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്താൽ പോലും പകുതിക്ക് വെച്ച് നിങ്ങൾ സ്റ്റക്കായി പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലാസ്സിലേക്കായാലും ഈ ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. 9ലും 10ലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലെത്തി പഠിക്കുക. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, പരീക്ഷ ഉണ്ടാവില്ല എന്നൊക്കെ വെച്ച് പഠിക്കാണ്ട് വിട്ടാലും അടുത്ത കൊല്ലം ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താണ് ചാപ്റ്റർ തന്നെ പഠിക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.